എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന വളരെ രുചികരമായിട്ടുള്ള ഒരു ചിക്കൻ ബർഗറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ എളുപ്പത്തിൽ ഹെൽത്തി ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ബർഗറിൻ്റെ റെസിപ്പിയാണ്. നമ്മളിതിന് മുൻപ് ഫ്രൈഡ് ചിക്കൻ ബർഗറിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതുപോലെ ബീഫ് ബർഗർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, വെജ് ബർഗറും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അധികം താമസിയാതെ ചിക്കൻ പാറ്റി വെച്ചിട്ട് ചെയ്യുന്ന ബർഗർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ബർഗർ പാറ്റി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ 250 ഗ്രാം മിൻസ്ഡ് ചിക്കൻ എടുത്തിട്ടുണ്ട്. എല്ലില്ലാത്ത ചിക്കൻ അരച്ചതാണ്. ഇങ്ങനെ വാങ്ങിക്കാനായിട്ട് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ എല്ലില്ലാത്ത ചിക്കൻ എടുത്തിട്ട് മിക്സിയിലിട്ട് അരച്ചെടുത്താലും മതി. ഇതിലേക്ക് ഒരു സവാള പൊടിയായിട്ട് അരിഞ്ഞതും 3 അല്ലി വെളുത്തുള്ളി ഒന്ന് പൊടിയായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തു. 2 ടീസ്പൂൺ വറ്റൽ മുളക് ഒന്ന് ക്രഷ് ചെയ്തതും പിന്നെ കുറച്ച് മുളക് പൊടി. ഇത് ഒരുപാട് എരിവുള്ള മുളക് പൊടിയല്ല ഞാനിവിടെ ചേർത്തിരിക്കുന്നത്, പാപ്രിക്കയാണ്. ഇത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർക്കുക. പിന്നെ കുറച്ച് വൈറ്റ് പെപ്പർ പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മുട്ട നമ്മൾ പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ആക്കി എടുക്കുക, എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ വരുന്ന രീതിയിൽ. ഇനി ഇതിലേക്ക് ബ്രെഡ് ക്രംസും കൂടി ചേർക്കുന്നുണ്ട്. ഫ്രഷ് ആയിട്ടുള്ള ബ്രെഡ് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. 2 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. അത് ചേർക്കുമ്പോൾ ഒന്നുകൂടെ ഒരു ബലം കിട്ടും ഇത് ഉരുട്ടിയെടുക്കാനായിട്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക. ഒരു ഗ്ലൗസ് ഇട്ടിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഈസിയാണ്, കയ്യിലൊട്ടി പിടിക്കില്ല. ഇനി കുറച്ച് എണ്ണ കയ്യിൽ തടവിയതിന് ശേഷം കുറച്ച് വലിയ ബോളുകളായിട്ട് ഉരുട്ടിയെടുക്കുക. നന്നായിട്ട് സോഫ്റ്റായിട്ട് പുറം ഭാഗം വരുന്ന രീതിയിൽ ഉരുട്ടിയെടുത്തിട്ട് പാറ്റിയുടെ ഷേപ്പിലൊന്ന് ആക്കിയെടുക്കാം. അപ്പോൾ ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ കുറച്ച് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്ത് എടുക്കുകയാണ്. ഇനി ഇത് നമുക്ക് കുക്ക് ചെയ്തെടുക്കണം. കുക്ക് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഏത് രീതി വേണമെങ്കിലും ഫോളോ ചെയ്യാം. നമ്മളിവിടെ കുറച്ച് എയർ ഫ്രയറിൽ കാണിക്കുന്നുണ്ട്, അതുപോലെ തന്നെ കുറച്ച് നമ്മൾ പാനിലിട്ട് ഫ്രൈ ചെയ്തും എടുക്കുന്നുണ്ട്. എയർ ഫ്രൈയിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷവും നിങ്ങൾക്ക് തയ്യാറാക്കി എടുക്കാം. 180 ഡിഗ്രിയിൽ 30 മിനിറ്റ് ഇത് എയർ ഫ്രൈ ചെയ്തെടുക്കാം. ഒരു തവ ചൂടായി വന്നപ്പോൾ നമ്മളതിൽ കുറച്ച് ബട്ടർ ഇട്ടിട്ട് പാറ്റി അതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് വെള്ളം കൂടെ ഒന്ന് സൈഡിൽ തളിച്ച് കൊടുത്തിട്ട് അടച്ചു വെച്ച് ചെറു തീയിലിട്ട് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കണം. ചിക്കനൊക്കെ നമ്മളെപ്പോഴും നന്നായിട്ട് തന്നെ കുക്ക് ചെയ്തിട്ട് കഴിക്കണം, അല്ലാതെങ്കിൽ വയറിന് പ്രശ്നം വരും. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ തിരിച്ചിട്ടു. വീണ്ടും കുറച്ച് വെള്ളം ഒന്ന് തളിച്ച് കൊടുത്തിട്ട് അടച്ചു വെച്ച് ചെറുതീയിലിട്ട് വേവിക്കാം. അങ്ങനെ നന്നായിട്ട് വെന്ത് വരുന്നവരെ ഈ ഒരു പാറ്റി കുക്ക് ചെയ്തെടുക്കാം. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് എണ്ണയിലിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തും എടുക്കാം. അപ്പോൾ ഒന്നുകൂടെ അൺഹെൽത്തി ആയിട്ട് മാറും. അപ്പം വീട്ടിലൊക്കെ തയ്യാറാക്കുമ്പം കഴിവതും ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കുക കുട്ടികൾക്കൊക്കെ. ഇനി ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ബർഗർ ബൺസ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ പല ടൈപ്പിൽ കിട്ടും, ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. പിന്നെ കൂടാതെ തക്കാളി, ഉള്ളി, ലെറ്റസൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് മയണസ് വേണമെന്നുണ്ടെങ്കിൽ മയണസൊക്കെ വെച്ച് കൊടുക്കാം. അപ്പം ഹെൽത്തി ആയിട്ടുള്ള ഓപ്ഷൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്രീം ചീസും അതുപോലെ തന്നെ ഗ്രീക്ക് യോഗർട്ടും ഒക്കെ റീപ്ലേസ് ചെയ്യാവുന്നതാണ്. അപ്പം തക്കാളിയും ഉള്ളിയും ഒന്ന് വട്ടത്തിൽ അരിഞ്ഞിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ചീസ് സ്ലൈസും ലെറ്റസുമാണ്. ചീസ് സ്ലൈസ് പല ടൈപ്പ് ഉണ്ട്. ബർഗർ ചീസ് എന്ന് പറഞ്ഞിട്ട് ഓറഞ്ച് കളറിലെ ചീസ് വാങ്ങിക്കാൻ കിട്ടും. നമ്മളിവിടെ വൈറ്റ് സ്ലൈസസ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളതേ പാനിൽ കുറച്ച് ബട്ടറൊന്ന് ചൂടാക്കിയിട്ട് ഈ ചീസൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുകയാണ്. തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാറ്റിയുടെ മുകളിൽ വെച്ച് കൊടുത്തിട്ട് അടച്ചു വെച്ചൊരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഈ ചീസ് നന്നായിട്ട് മെൽറ്റായിട്ട് കിട്ടും. പിന്നെ ആ ബർഗർ ബൺസ് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്നുകൂടെ നല്ലൊരു ടേസ്റ്റാണ്. ഇനി ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മയണൈസ് എടുക്കാം, അതുപോലെ തന്നെ കെച്ചപ്പും കൂടെ മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇവിടെ ഞാൻ സാലഡ് ഡ്രസ്സിംഗ് ആണ് എടുത്തിരിക്കുന്നത്. ഒന്ന് ലെയർ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു ലെറ്റസിൻ്റെ ഇല വെച്ചു. പിന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാറ്റിയും ചീസും കൂടെ ഉള്ളത് വെച്ചു. പിന്നെ ഇതിന് മുകളിലായിട്ട് തക്കാളിയും ഉള്ളിയും കൂടെ വെച്ച് കൊടുത്തിട്ട് ഇനി നമുക്ക് കവർ ചെയ്യാം. ആ ഒരു ബ്രെഡിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് ഡ്രസ്സിങ്ങും കൂടെ തേച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ക്ലോസ് ചെയ്യാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബർഗർ വീട്ടിൽ തന്നെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ വളരെ എളുപ്പത്തിൽ ടേസ്റ്റി ആയിട്ട് ചിക്കൻ ബർഗർ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ കാണാൻ താല്പര്യപ്പെടുന്ന റെസിപ്പികൾ നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്താൽ നമ്മൾ വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും മറക്കാതെ കാണുക. നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്